എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടൊവിനോ തോമസ് നായകനെത്തിയ ഐഡന്റിറ്റി എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവരുടെ സംവിധാനത്തിൽ ടൊവിനോ തോമസിനെ നായകനാക്കി 2025 എന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഐഡന്റിറ്റി. ആദ്യ ദിവസം മുതൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഈ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,40,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 12,30,00,000 രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1 കോടി രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 13,50,00,000 എത്തിയിരിക്കുകയാണ്. നിലവിൽ 19 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ. ആദ്യ 18 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40,05,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 19 ദിവസമായി ഇന്നലെയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 19 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ കേരള ഗ്രോസ് കളക്ഷൻ 40,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ 19 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 95 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വീക്കെൻഡോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. സിനിമ ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത റൈഫിൾ ക്ലബ് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ്. നിലവിൽ 20 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ആദ്യ 18 ദിവസത്തെ ചിത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ 18 ദിവസങ്ങൾ കൊണ്ട് 16 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 18 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 26,81,00,000 എത്തിയിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമ ചിത്രവും കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ നമ്മുടെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ കൂടിയാണല്ലോ ബാറോസ്. നിലവിൽ 14 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 13 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം ആദ്യ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 10,80,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 17 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഡിസംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ്. സുകുമാരൻ്റെ സംവിധാനത്തിൽ അല്ലു അർജുനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 2,000 കോടിയിലേക്ക് കൊതിക്കുന്ന പുഷ്പ 2 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നിലവിൽ 32 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമ 1,831 കോടിയിലേക്ക് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ അന്യത പ്രവർത്തകരിൽ നിന്ന് മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഈ വരുന്ന ജനുവരി മാസം 11-ാം തീയതി മുതൽ 20 മിനിറ്റ് കൂടി ദൈർഘ്യമുള്ള രംഗങ്ങൾ ചേർത്തായിരിക്കും ചിത്രത്തിൻ്റെ പുതിയ വേർഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. നിലവിലത്തെ ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂർ 20 മിനിറ്റ് ആയിരുന്നു. എന്നാൽ ഈ വരുന്ന ജനുവരി മാസം 11-ാം തീയതി മുതൽ ചിത്രത്തിൻ്റെ പുതിയ ഡ്യൂറേഷൻ 3 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ 2,000 കോടി എന്ന മൈൽസ്റ്റോണിലേക്ക് ചിത്രം എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.